മരണത്തിനു ശേഷം പുനർജീവിതമുണ്ട്, എല്ലാവരെയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കും എന്ന് പറഞ്ഞു വച്ചതിനു ശേഷം അതിനെന്താണ് തെളിവ് എന്ന് ഏതൊരു ചെറിയ ആളിനും, വിശ്വാസിക്കും അവിശ്വാസിക്കും, ഒരൽപ്പം ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ചില തെളിവുകൾ അല്ലാഹു തആല പറയുകയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമോ ഒരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകൾക്ക് അവരവരുടെ കൺമുന്നിലുള്ള അടയാളങ്ങളെ പറഞ്ഞുകൊണ്ട്, ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞുകൊണ്ട് ഖുർആൻ തെളിവ് പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത് പ്രകൃതി പറയുന്ന തെളിവുകൾ എന്ന വിഷയത്തിലാണ്. അപ്പോൾ ഒരല്പമെങ്കിലും ചിന്താശേഷിയുള്ള ആളുകൾക്ക് മതിയാകുന്ന തെളിവുകൾ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ആ ഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചത് ഖുർആനിലെ ബോട്ടണിയിലേക്കാണ്. സസ്യശാസ്ത്രം ഖുർആൻ പറഞ്ഞു വെക്കുന്ന മനോഹരമായ അത്തരം ചിന്തകളിലൂടെയായിരുന്നു അവസാനമായി നമ്മൾ വർത്തമാനം പറഞ്ഞത്. അല്ലാഹു തആല പറയുന്നു, വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ, ആൻഡ് ദ സൈൻ ഓഫ് ദം, അവർക്കുള്ള അടയാളം ഈ ഭൂമിയാണ്. ആ ഭൂമി നിർജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ സസ്യലതാദികൾ അതിൽ നിന്ന് മുളപൊട്ടി വരികയാണ്. ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഭൂമിയിലേക്ക് ഒരൊറ്റ മഴത്തുള്ളി വീഴുമ്പോഴേക്ക്, ജലം വന്നു പതിക്കുമ്പോഴേക്ക് അതിൽ നിന്ന് ഏതെല്ലാം വിഭവങ്ങളാണ് മുളപൊട്ടി വരുന്നത്. പലതും കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇനി ഇവിടെ എങ്ങും ഒന്നും പിടിക്കില്ല എന്ന് വിചാരിക്കും. ഉണങ്ങിക്കിടക്കുന്ന പാടങ്ങളിൽ പോയി നോക്കൂ. നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് ഏതാ വലിയ പാടമുള്ള സ്ഥലം? അപ്പുറത്തുണ്ട്. ഉണക്ക് വരുന്ന സമയത്ത് ആ പാടത്ത് പോയി നോക്കൂ. നമ്മൾ വിചാരിക്കും പടച്ചവനെ, ഈ വിണ്ട് കീറി കിടക്കുന്ന ഭൂമിയിൽ ഇനി എങ്ങനെ പച്ചപ്പുണ്ടാവും? ഒന്നോ രണ്ടോ മഴ കഴിയുമ്പോഴേക്ക് ആ പാടങ്ങളിൽ എല്ലാം പുതിയ പുതിയ നാമ്പുകൾ മുളപൊട്ടി വരുന്നു. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അതൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ, ഇങ്ങനെ നിർജീവമായി മരിച്ചുപോയെന്നോ ചത്തുപോയെന്നോ ഇനിയൊന്നും ഉണ്ടാകില്ലെന്നോ തോന്നുന്ന വിധത്തിൽ കിടക്കുന്ന ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പതിക്കുമ്പോഴേക്ക് അതിൽ നിന്ന് പലതരത്തിലുള്ള വൃക്ഷലതാദികൾ മുളപൊട്ടി വരുന്നു. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ പച്ചപ്പും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മരണത്തിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്, പരലോകമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടായി വരുന്നു, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ നിന്നല്ലേ നിങ്ങൾ കഴിക്കുന്നത്? അതിൽ നിന്ന് മനുഷ്യൻ ഭക്ഷിക്കുന്നു, മറ്റു മൃഗങ്ങളൊക്കെയും ഭക്ഷിക്കുന്നു. ധാന്യങ്ങൾ ഭക്ഷിക്കാത്ത, ഇലകൾ ഭക്ഷിക്കാത്ത, ഇലച്ചെടികൾ ഭക്ഷിക്കാത്തതില്ലല്ലോ. മനുഷ്യൻ ഇലച്ചെടികൾ ഭക്ഷിക്കുന്നതിനെയും മനുഷ്യൻ കഴിക്കുന്നു, ഇലച്ചെടികളും മനുഷ്യൻ കഴിക്കുന്നു, സസ്യങ്ങൾ മനുഷ്യൻ കഴിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിന്റെ സസ്യശാസ്ത്രം വേറൊരു ടോപ്പിക്കായി തന്നെ പറയേണ്ട വിഷയമാണ്. പരാഗണത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പരാഗണം, ഈ വൃക്ഷങ്ങളിലും മരങ്ങളിലുമൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിലൂടെ പങ്കുവെക്കുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് ഖുർആനിലേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എല്ലാത്തിലും അവൻ രണ്ട് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി വരുന്നുണ്ട് ആ ഭാഗം യാസീനിൽ തന്നെ. എന്നിട്ട് പാകമാകുകയും വിത്തുകളായി രൂപപ്പെടുകയും ചെയ്യാനുള്ള കാരണം അങ്ങനെ ഇണകളായി ജോഡികളായി സൃഷ്ടിച്ചുകൊണ്ടാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ സസ്യങ്ങളിലൊക്കെ ജോഡികളുണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പ്രബോധനം ചെയ്ത അറേബ്യ ഒരുപാട് സസ്യങ്ങളൊന്നും പിടിക്കുന്ന സ്ഥലമല്ല. അവിടെ ഈന്തപ്പഴവും കള്ളിമുൾച്ചെടിയും അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ. ഖുർആനിലെ സസ്യശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ കലാം മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. ഈ മരങ്ങൾ എല്ലാ കാലത്തോടും ഉണ്ടാകും, എല്ലാ മനുഷ്യന്റെ മുമ്പിലും ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ സംഘടനകളുണ്ട്. മരം മുറിക്കരുതെന്ന് പറയാൻ സംഘടനകളുണ്ട്. മരങ്ങൾ, ഈ പച്ചപ്പ് ഇവിടെ നിലനിൽക്കണം. ആ പച്ചപ്പ് കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണമെന്നാണ് ഖുർആൻ യാസീൻ പറയുന്നത്. ആ പച്ചപ്പ് കാണുമ്പോഴെല്ലാം നിങ്ങൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ഓർമ്മ വരണം. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പഴയ കാലം പോലല്ല. പഴയ ഒരു മരം ഉണ്ട്, അത് മുറിക്കാൻ ഇപ്പൊ പല സംഘടനകളുടെ അനുവാദം വേണം. അങ്ങനെ അങ്ങോട്ട് മുറിക്കാൻ പറ്റൂല.
പല സ്ഥലത്തും പരിസ്ഥിതി സംഘടനകൾ ഓരോ വർഷവും നമ്മളൊക്കെ നടുന്ന മരം എത്ര ലോക പരിസ്ഥിതി ദിനം വരുമ്പോൾ എല്ലാവരും ഓരോ തൈ എന്ത് ചെയ്യും, നടും. അതൊക്കെ നട്ട് നോക്കി വളർത്തിയിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ കാടായ. ലക്ഷക്കണക്കിന് തൈകളാണ് ഓരോ വർഷവും നടുക. പക്ഷെ അതാരും നോക്കൂല. ഫോട്ടോ എടുക്കും, മാറിയിരിക്കും. അടുത്ത ആളെ ദൂരം അടുത്തടുത്ത് കുത്തും, ഫോട്ടോ എടുക്കും, മാറിയിരിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുക? അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളെ കേരളത്തിലൊക്കെ നട്ട തൈയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളം മൊത്തം ഒരു ആമസോൺ കാടായി മാറിയ. അത്രയും തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇതെല്ലാം അള്ളാഹുവിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഖിയാമത്ത് നാൾ വരെയും ഈ വൃക്ഷലതാദികൾ ഇവിടെ ഉണ്ടാകും. അത് കാണുന്ന മനുഷ്യനിൽ ഇത്തരം ചിന്തകളും ഉണ്ടാകണം. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. ധാന്യങ്ങളെ അല്ലാഹു തആല നൽകി എന്ന് പറഞ്ഞു. അതുപോലെ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅനാബ്. അതിൽ നിന്ന് അല്ലാഹു തആല തോട്ടങ്ങൾ, മനുഷ്യൻ തോട്ടങ്ങൾ ഉണ്ടാക്കി. ആ മുളച്ചു വരുന്ന ധാന്യങ്ങൾ കൊണ്ട് തോട്ടങ്ങൾ രൂപപ്പെടുത്തി. മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഈ വിഭവം ഒരത്ഭുതമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു കർഷകനും അയാൾ വിതയ്ക്കുന്ന എല്ലാ വിത്തും മുളച്ചു വരുന്നില്ല. ചിലത് മുളയ്ക്കും, ചിലത് മുളയ്ക്കൂല. ഇനി നിങ്ങൾ നോക്കൂ, അതേ ഭക്ഷണം തന്നെ മനുഷ്യൻ കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ശരീരത്തും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ചോറ് നമ്മളെല്ലാവരും കഴിക്കും. ചിലർക്ക് ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും, അല്ലേ? കൂടൂലേ? ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും. ചിലർക്കത് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. കഴിക്കുന്നത് ഒരേ വിഭവമാണ്, പക്ഷേ കഴിക്കുന്ന മനുഷ്യർക്കനുസരിച്ച് അതിൻ്റെ എഫക്റ്റുകൾ വ്യത്യാസപ്പെടുകയാണ്. ചിലർക്ക് ചില സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. ചിലത് കഴിച്ചാൽ ചൊറിച്ചിലുണ്ടാവും, മറ്റ് പ്രയാസങ്ങളുണ്ടാവും, മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് അതൊക്കെ നിസ്സാരമായി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിന്തിച്ചാൽ ഈ മുളപൊട്ടി വരുന്ന സകല സാധനങ്ങളിലും നമുക്ക് ആലോചിക്കാനുള്ള പലതുമുണ്ട്. അവിടെ തന്നെ മുന്തിരിയുടെ തോട്ടങ്ങൾ, ഈന്തപ്പനയുടെ തോട്ടങ്ങൾ, ആ രണ്ട് പ്രയോഗത്തിലൂടെ ലോകത്തുള്ള സകല പച്ചപ്പിനെയും അല്ലാഹു തആല അവിടെ കൊണ്ടുവന്നു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അതിലൂടെ അല്ലാഹു തആല ഉറവിടങ്ങളെ ഒഴുക്കിവിടുകയും ചെയ്തു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. ഉറവകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വൃക്ഷങ്ങളും ഈ പച്ചപ്പുമെല്ലാം ഇങ്ങനെ പുഷ്പിക്കാൻ കാരണമാകുന്ന ഉറവകൾ, അവരതിരുകെട്ടി വെച്ചിരിക്കുന്ന വെള്ളം അതെവിടെ നിന്നാണ്? വല്ലാത്തൊരു ചോദ്യമാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. സൂറത്തുൽ വാഖിഅ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നാണ്? അതാരാ ഇറക്കി തന്നത്? എവിടെ നിന്നാണത് വരുന്നത്? സൂറത്തുൽ മുൽക്കിന്റെ അവസാനം നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈ ഉറവകളൊക്കെയും അങ്ങ് താഴേക്ക് പോയാൽ, വറ്റിപ്പോയാൽ പിന്നെ അതാരു തരാനാണ്? അല്ലാഹു തആല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ ഉറവകളൊക്കെ അങ്ങ് വറ്റിപ്പോയാൽ പിന്നെ ആര് കൊണ്ടുതരും? അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്ക് ഓതി തീർന്നാൽ ഉടനെ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകമായതിന്റെ കാരണം ആര് കൊണ്ടുതരും? ഈ വെള്ളം അങ്ങനെ വറ്റിപ്പോയാൽ, ഈ ഭൂമിക്ക് ചുറ്റും കിടക്കുന്ന വെള്ളം, ഭൂമിയേക്കാൾ മൂന്നിൽ 2 ഭാഗവും ഭൂമിയുടേത് കടലാണ്, ഉപ്പ് വെള്ളമാണ് കിടക്കുന്നത്. ഈ ഉപ്പ് വെള്ളം ചിന്തിക്കാനാണ് മനുഷ്യന്. ഉപ്പ് വെള്ളം ഇവിടെ നിന്ന് നീരാവിയായി ആകാശത്തേക്കുയർന്ന് ഫിൽറ്റർ ചെയ്ത് കുടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ശുദ്ധവെള്ളമായി താഴേക്ക് വരുന്നു. ഇതൊക്കെ ചെയ്ത റബ്ബിനാണോ മരിച്ചുപോയ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇത്ര പാട്? ഇത്രയും കിടക്കുന്ന വെള്ളം നീരാവിയായി ഉയർന്നു പൊങ്ങിയിട്ട് ആ ഉയർന്നു പൊങ്ങുന്ന വെള്ളം പിന്നീട് മഴയായി നമ്മിലേക്ക് വരുന്നു. നമ്മളൊക്കെ സ്കൂളുകളിലും മറ്റുമൊക്കെ പഠിക്കാറുണ്ട്. ഈ ശുദ്ധജലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രയോ സ്ഥലത്ത് ശുദ്ധമായ മനുഷ്യന് കുടിക്കാൻ പാകത്തിലുള്ള ജലം വളരെ കുറച്ചേ ലോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അള്ളാഹു കുടിവെള്ളം നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്നാണ് കുടിവെള്ളം. കുടിവെള്ളം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. മരുഭൂമിയുടെ നടുവിൽ ഒരു ഉറവ പോലും പൊട്ടാത്ത മരുഭൂമിയുടെ നടുക്കാണ് സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലടിഞ്ഞ ഇടത്തു നിന്ന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം മനുഷ്യൻ കൊണ്ടുപോയിട്ടും തീരാത്ത സംസമുള്ളത്.
ഈ കാലം ഇതിന്റെ ഇടയിൽ എത്ര മനുഷ്യന്മാർ ഇത് കൊണ്ടുപോയിട്ടുണ്ടാവും? നാളെ ആലോചിച്ച് നോക്ക്, എത്ര മനുഷ്യന്മാർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇബ്രാഹിം നബിയുടെ കാലം മുതൽ ഹജ്ജിന് ഇങ്ങോട്ട് വരുന്ന മനുഷ്യന്മാർ മുഴുവൻ സംസം കിണറിലെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ഓരോ ക്യാനാക്കിയിട്ട് കൊണ്ടുവരും. എവിടെയാണ് ഈ കിണറുള്ളത്? ആവശ്യത്തിന് മഴ. നമ്മളെ നാടിനെ വെച്ച് നോക്കിയാൽ മഴയില്ലാത്ത മരുഭൂമിയുടെ നടുത്തളത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടി വന്ന വെള്ളം. ഈ ഉറവകളൊക്കെ ആരാണ് തരുന്നത് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ അടയാളം ലോകത്ത് എത്രയുണ്ട്. നമ്മൾ ഏർവാടിയിൽ സിയാറത്തിന് പോയാൽ അവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ എന്നവരുടെ സഹോദരി മറപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. വാൽനോക്കം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. 3 ഭാഗത്തും കടലാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കടലാണ്. അതിന്റെ നടുക്കൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. ആ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ മാറി യാത്ര ചെയ്തൊരു പള്ളി കയറി നമ്മൾ ഉതുവെടുക്കാൻ നോക്കിയാൽ ആ പള്ളിയിൽ ഉപ്പുള്ളതാണ്. കാരണം ഉപ്പുകളങ്ങളാണ് അതിന്റെ 4 ഭാഗത്തും. പണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന സമയത്ത് അവർക്ക് കുടിക്കാനും ഉളൂ ചെയ്യാനും വേണ്ടിയിട്ട് അവർ കുഴിച്ച കിണറാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്ഭുതകരമായ ഉറവകൾ അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നത് കാണാം. പല സ്ഥലങ്ങളിലും ഈ ഉറവകൾ മനുഷ്യന്റെ കൃഷിക്ക് അനുയോജ്യമായി വെള്ളം അതെവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിലേക്ക്, നിങ്ങൾ ഈ അതിര് കെട്ടിവെച്ചിരിക്കുന്ന വെള്ളത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളുടെ പൈസയ്ക്ക് നമ്മൾ കുഴിച്ച കിണർ, ആ കുഴിച്ച കിണറ്റിലെ വെള്ളത്തിന് അയൽവാസിക്കും അവകാശമുണ്ട്. അയൽവാസിയുടെ കിണറ്റിൽ വെള്ളമില്ല, അവന് വെള്ളം വേണം, ആ വെള്ളം തടയാൻ പറ്റില്ല. ഇതെന്റെ കിണർ, ഞാൻ കുഴിച്ചത്, ഞാൻ റിങ്ങിറക്കിയത് എന്ന് പറഞ്ഞ് തടയാൻ പാടില്ലാത്ത ചില ഇതിൽപ്പെട്ടതാണ് വെള്ളം എന്നുള്ളത്. പറയാൻ പറ്റില്ല. ഈ വെള്ളം, ആ വെള്ളത്തിന് ആർക്കും അവകാശമുണ്ട്? തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ മനുഷ്യനും അവകാശമുണ്ട്. ഒരാൾക്ക് ബിസ്മി ചൊല്ലി ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ അത് മതി. ദാഹിച്ചു വലഞ്ഞ നായക്ക് നാവിൽ വെള്ളമിറ്റിച്ചു കൊടുത്ത മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് കിട്ടുന്ന കൂലി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഈ ഉറവ കെട്ടി വച്ചിരിക്കുന്ന വെള്ളം, അതിലൂടെ ഉറവകൾ ഒഴുകുന്നില്ലേ, ഇതെല്ലാം പുനരുദ്ധാരണത്തിന്റെ തെളിവാണ്. ലിയഖുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. അതിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? നിങ്ങളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത്. ലിയഖുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം, ആ പാടങ്ങളിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന്, അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇങ്ങനെ സംവിധാനിച്ചു തന്നിട്ടില്ലേ? ഭക്ഷണം ഇങ്ങനെ രൂപപ്പെടുത്തി തരുന്നില്ലേ? അഫലാ യഷ്കുറൂൻ. എന്നിട്ടും അവര് നന്ദി കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ തൊട്ടടുത്ത്. ഭക്ഷണം ഈ പറഞ്ഞതുപോലെ വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ എല്ലാ സംഖ്യയും പൈസയൊക്കെ ഉണ്ട്, കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിലോ, ധാന്യങ്ങളില്ലെങ്കിലോ, വിളകളില്ലെങ്കിലോ, ഭക്ഷണ പദാർത്ഥങ്ങൾ ലോകത്തുണ്ടായില്ലെങ്കിലോ അള്ളാഹു പട്ടിണിയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണം, ഇതിനൊക്കെ അള്ളാഹുവിന് നന്ദി ചെയ്യണം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഇതെല്ലാം. അപ്പൊ ഈ വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ അവസാന നാൾ വരെ ഇവിടെ വേണം. മനുഷ്യന്റെ നിലനിൽപ്പിനത് ആവശ്യമാണ്, മനുഷ്യനതാവശ്യമാണ്, മനുഷ്യനുള്ള തെളിവുമാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇനങ്ങളിലും ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല, അവരുടെ സ്വന്തം വർഗങ്ങൾ മാത്രമല്ല, എല്ലാത്തിലും ഇണകളുണ്ടെന്ന് ഖുർആൻ. ഇണയും തുണയുമായിട്ടാണ് ഇവിടെ അല്ലാഹു തആല ഈ സംവിധാനങ്ങളെ വെച്ചിട്ടുള്ളത്. അത് പറയാനാണ് സുബ്ഹാന. അത്ഭുതകരമായ ആശ്ചര്യകരമായ വർത്തമാനം പറയുമ്പോഴാണ് സുബ്ഹാന എന്ന പ്രയോഗം വരിക. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഹബീബായ നബി തങ്ങളെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച റബ്ബ്. സുബ്ഹാന. അപ്പൊ ഈ സുബ്ഹാന കൊണ്ട് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ് എല്ലാത്തിനും ഇണകളുണ്ട്.
ഓരോ കതിരുകളും പുനർജീവിതത്തിന്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ട്, ഓരോ വിത്തുകളും തെളിവാണ് എന്ന് പറഞ്ഞിട്ട്, മുളപ്പിക്കുന്ന മുളച്ചു വരുന്ന നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയും ഇതിന്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ആ സസ്യങ്ങളിലും നിങ്ങളുടെ ശരീരങ്ങളിലും സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങൾക്ക് ഇണകളുണ്ട്, ഈ സസ്യങ്ങൾക്ക് ഇണകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ സസ്യങ്ങൾക്കൊക്കെ ജോഡികളുണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഈ കൂട്ടത്തിൽ തന്നെ പലരും അറിയുന്നത് ജോഡിയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. ഇതൊക്കെ ജോഡിയാണ് നമ്മൾ അറിയുന്നത് ചിലപ്പോ ഇപ്പോഴായിരിക്കും. ഒരു വൃക്ഷം ഇവിടെയുണ്ട്, മറ്റൊരു വൃക്ഷം എത്രയോ കിലോമീറ്റർ അകലെയാണ്. ഇതിന്റെ ഇടയിലെ പരാഗണം എങ്ങനെ നടക്കുന്നു? അതിന്റെ ജോഡിയായിട്ടുള്ള വൃക്ഷം വേറെ എവിടെയോ നിൽക്കാണ്. അതിന്റെ ഇടയിലെ പരാഗണം എങ്ങനെ നടക്കുന്നു? ആര് നടത്തുന്നു? ഞങ്ങളുടെ കയ്യിലാണ് ഈ ദുനിയാവ്, ലോകം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇതിലങ്ങ് ഒരു പങ്കുമില്ല. ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു കതിരിലും അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിനും ഒരു പങ്കുമില്ല. ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ആർട്ടിഫിഷ്യൽ മഴ പെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് മനുഷ്യന് ആവശ്യമുള്ളതുപോലെ മഴ പെയ്താൽ, ആവശ്യമുള്ള തരത്തിൽ പെയ്യുന്ന മഴ അതാകുന്നില്ല. ഇതിലങ്ങും വേറൊരാൾക്ക് ഒരു പങ്കുമില്ല. ഇതൊക്കെ സൃഷ്ടാവിൻ്റെതാണ് എന്ന് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ അജയ്യമായി അവതരിപ്പിച്ചു തരുകയാണ്. അപ്പോ എല്ലാത്തിലും ഇണകളുണ്ട്. ഇണയും തുണയുമായിട്ടാണ് മനുഷ്യന്റെ ജീവിതം ഉണ്ടാകേണ്ടത് എന്നുകൂടി പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഇണകൾ പലതരത്തിലുള്ള ഇണകൾ, ഈ എല്ലാ വിഷയത്തിലും ഇണകളെ പലതിനും നമുക്കറിയാം. ഇലക്ട്രോണുകൾ, പ്ലൂട്ടോണുകൾ. ലോകം പലതരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനൊരു നെഗറ്റീവും ഒരു പോസിറ്റീവും രണ്ടിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മൂന്നാമതൊരു സംവിധാനത്തിന്റെ തുറവിയിലേക്ക് പലപ്പോഴും മനുഷ്യൻ കടക്കാറുള്ളത്. മനുഷ്യനും ഇണകളെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്തിനാണ്? മനുഷ്യന്റെ സക്കീനത്തിനു വേണ്ടിയാണ്, സമാധാനത്തിനു വേണ്ടിയാണ്. ഇണകളും കുടുംബങ്ങളും ഒക്കെ സമാധാനത്തിനുള്ളതാണ്. മനുഷ്യന്റെ ഇണകൾ സമാധാനം. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും രണ്ട് ധർമ്മമാണ് അള്ളാഹുവിന്റെ മതം നൽകിയിട്ടുള്ളത്. പുരുഷൻ അധ്വാനിക്കുന്നു, ഒരു സ്ത്രീ ആ പുരുഷന്റെ സന്താനങ്ങളെ ഏറ്റവും മികച്ചവരാക്കി വളർത്തിയെടുക്കുന്നു. രണ്ടുപേരും ചെയ്യുന്നത് വലിയ അധ്വാനമാണ്. ചില ആളുകളൊക്കെ അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സാമൂഹ്യ നിർമ്മിതിയിൽ ഏറ്റവും വലിയ പങ്ക് സ്ത്രീകളാണ്. ഈ വാപ്പ രാവിലെ മുതൽ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സംഖ്യ അത് മക്കൾക്ക് ഭക്ഷണമാക്കി നൽകുക എന്നത് മാത്രമല്ല, നല്ല കൾച്ചർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീകളാണ്. ഉമ്മയുടെ മടിത്തട്ടാണ് ഒന്നാമത്തെ വിദ്യാലയം എന്ന് നമ്മൾ പറയും. അള്ളാഹു നമ്മുടെ ഉമ്മമാര് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് പള്ളി വരാൻ പ്രചോദനമായതും അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുപ്പമുണ്ടായതും ഒക്കെ നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉപ്പമാരാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ല. അവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അവര് വളർത്തിയെടുക്കുന്ന മക്കൾ, ഒരു സമൂഹത്തിന്റെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു മാനേജറെ കീഴിൽ ചെന്നിരുന്ന് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്നാണ്. തീർച്ചയായും ആ ചിന്ത തെറ്റാണ്. അയാളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കാം, ഭർത്താവിന്റെ വായിരിക്കുന്ന കേൾക്കാൻ വയ്യ, ഏതോ കമ്പനിയിലെ ഏതോ മുതലാളിയുടെ വായിരിക്കുന്ന ഒക്കെ കേൾക്കാം, അതിന് യാതൊരു പ്രശ്നമില്ല. ഭർത്താവിനെ സഹിക്കാൻ വയ്യ, ഒരു കമ്പനിയിലെ സകല ആളുകളെ രാവിലെ മുതൽ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് ഇസ്ലാം എതിരാണോ? തീർച്ചയായും അല്ല. സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വ്യാപാരിയായിരുന്നു. ഇസ്ലാം പിന്നെ എന്തിനെയാണ് എതിർക്കുന്നത്? ആണും പെണ്ണും അപകടകരമായ സാഹചര്യത്തിൽ, അതായത് തനിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനെയാണ് എതിർക്കുന്നത്. അതിലൂടെ ഉണ്ടാകാവുന്ന പൈശാചിക പ്രവർത്തനങ്ങളെയാണ് ഇസ്ലാം എതിർക്കുന്നത്. ഹലാലായ കച്ചവടം ചെയ്യണം. എനിക്കറിയാവുന്ന ചില കുട്ടികളുണ്ട്, കാലിഗ്രഫി വരച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന കുട്ടികൾ. അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല, വീട്ടിൽ തന്നെ. അവർക്ക് ഇന്റർനെറ്റിൽ ഓർഡർ വരും, അവർ ചെയ്തു കൊടുക്കും, പൈസ വാങ്ങും. അതിനിപ്പോൾ എന്താ പ്രശ്നം? പല ആളുകളും ആർട്ട് വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ. അപ്പൊ അതല്ല, ഈ ആണും പെണ്ണും ഇടകലരുന്ന അപകടകരമായ ഏതൊരവസ്ഥയുണ്ടോ അതിനെ ഇസ്ലാം എതിർക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വരുന്നതിനെ ഇസ്ലാം അടച്ചുകളയുകയാണ്. ഒരാണും ഒരു പെണ്ണും, അന്യ ആണും ഒരു പെണ്ണും ഒരിടത്ത് തനിച്ചാകുന്നതിനെ ഇസ്ലാം വിലക്കുകയാണ്.
അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്നറിയാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇസ്ലാമിൽ ഈ രണ്ടുപേർക്കും വലിയ സ്ഥാനമാണ്. ഉമ്മയുടെ സ്ഥാനം വലുതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മയോട്. ഉമ്മയോട് അവസാനമാണ് പറഞ്ഞത് ആരോടാണെന്ന്? വാപ്പയോടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു സമൂഹത്തെ നിർമ്മിച്ചു കൊണ്ടുവരിക. ഞാൻ ആ വിഷയത്തിലേക്ക് ഇങ്ങനെ കൺവെർട്ടായി പോവല്ല. ഈ അടുത്ത കാലത്ത് ലോകം കേട്ട വലിയ ശ്രദ്ധേയമായ പ്രസംഗം ചൈനയുടെ പ്രസിഡന്റിൻ്റെതാണ്. ചൈനയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചാണ്, അവിടുത്തെ വുമൻസ് കോൺഗ്രസിൽ പ്രസംഗിച്ച പ്രസംഗം നെറ്റിലൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ നല്ല കുടുംബം ഉണ്ടാക്കണം, മക്കളെ ഉണ്ടാക്കണം, ആ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തണം. നമ്മുടെയൊക്കെ നാട്ടിലെ പെൺകുട്ടികൾ പലരും ചൈന മോഡലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുണ്ട്. ചൈനയുടെ പ്രസിഡന്റ് പറയാണ്, നിങ്ങളൊക്കെ എന്താണ് അവിടെ പുതിയ തലമുറ ഉണ്ടായി വരുന്നില്ല. കുടുംബ ബന്ധങ്ങൾക്ക് അവർ യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ വരുമ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അടുത്തൊരു ജനറേഷൻ ഉണ്ടാവുന്നില്ല. പിന്നെ ഇത് ആർക്കാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അടുത്തൊരു തലമുറ ഈ രാജ്യത്തെ നയിക്കാൻ ഉണ്ടായി വരുന്നില്ല. അതുകൊണ്ടാണ് പ്രസിഡന്റ് തുറന്നു പറഞ്ഞത്, നിങ്ങൾ ഈ പണിയൊക്കെ നിർത്തിയിട്ട് നല്ല കുടുംബം ഉണ്ടാക്കണം, നല്ല കുടുംബം ഉണ്ടാവണം. ഒരു കാലത്ത് കുടുംബം പൊളിച്ചു കളയാൻ നടന്ന എല്ലാ രാജ്യങ്ങളും ഇന്ന് വിലപിക്കുന്നത് കുടുംബം ഉണ്ടാവാനാണ്. അതുപോലെ വിവാഹം കഴിക്കുന്ന പ്രസവിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്, രാജ്യങ്ങളുണ്ട്. അപ്പൊ അടുത്തൊരു തലമുറയുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ, അവരെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയൊന്നുമല്ല. അതിന് ഭർത്താവ് ഭാര്യയ്ക്ക് ഇങ്ങോട്ട് ശമ്പളം കൊടുക്കുകയാണ്, മക്കളെ വളർത്തുന്നതിന്, അവരെ നന്നാക്കുന്നതിന്, അവരെ മോൾഡ് ചെയ്യുന്നതിന്, അവരെ സംസ്കരിക്കുന്നതിന്. അപ്പൊ ഇസ്ലാമിനെ ശരിക്കും അറിഞ്ഞാൽ, അപ്പൊ ഇണയും തുണയുമായി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, എല്ലാത്തിലും ഇണകളുണ്ട്, നിങ്ങൾ ഈ കാണുന്ന സസ്യങ്ങളിലും ഇണകളുണ്ട്, നിങ്ങളിലും ഇണകളുണ്ട്. അപ്പൊ ഇണയും തുണയുമായി ജീവിക്കുക. ഇസ്ലാം സന്യാസത്തെ എതിർക്കുന്നു. സന്യാസിയായി ദിക്റെല്ലാം ചെറുപ്പക്കാരൊക്കെ കേൾക്കുന്നത് മനസ്സിലാക്കാനാണ് കേട്ടോ. സന്യാസിയായി എവിടെങ്കിലും പോയി ദിക്റെല്ല എന്നുള്ള കാര്യത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുടുംബമായി ജീവിക്കാം. സ്വർഗത്തിൽ പോയൊരു വലിയ മഹാനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? മരണപ്പെട്ടു കുറച്ചാളും കഴിഞ്ഞ് മൂപ്പരെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലും സ്വർഗത്തിൽ ഏതെങ്കിലും അനുഗ്രഹം അള്ളാഹു തടഞ്ഞു. കുടുംബനാഥന് കൊടുക്കുന്ന പ്രതിഫലം എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഈ പറഞ്ഞ ആള് ചോദിച്ചു, അത്ര വലിയ പ്രതിഫലമാണോ കുടുംബനാഥന്? അതെ, എനിക്ക് കിട്ടിയതിനേക്കാളൊക്കെ മുന്തിയ പ്രതിഫലമാണ് കുടുംബം നടത്തുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നത്. അപ്പൊ നമുക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. കുടുംബമുള്ള ആളുകൾ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനങ്ങൾക്കും ആളുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അപ്പോൾ എനിക്ക് രക്ഷകർത്താക്കളോടൊക്കെ പറയാനുള്ളത്, ആൺമക്കളെ, പെൺകുട്ടികളെ കെട്ടിക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. 18 ആവുമ്പോഴേക്ക് ആലോചന, മാട്രിമോണിയൽ എല്ലായിടത്തും തപ്പി നല്ല പയ്യന്മാരുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ ആൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൺമക്കൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു പക്വതയൊക്കെ ആയി എന്ന് രക്ഷകർത്താക്കൾക്ക് തോന്നിയാൽ അവരെയും വേഗത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ 1 വർഷവും കൂടെ നമ്മൾ ചെലവിന് കൊടുക്കേണ്ടി വരും. അതിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും? സ്വയം ചെലവ് കണ്ടെത്താൻ ശ്രമിക്കും. ഒരു കുടുംബമായി എന്നൊരു ബോധം ഉണ്ടാവും. എനിക്കിനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. കൂട്ടിനൊരു പാർട്ട്ണർ വരുന്നതോടുകൂടി വേറൊരു കാര്യം, ഒരുപാട് ഹറാമുകളിൽ നിന്ന് ഒഴിവാകാൻ അത് കാരണമാവും. ഇപ്പൊ 22 വയസ്സുള്ള മകൻ, 23 വയസ്സുള്ള മകൻ, 24 വയസ്സുള്ള മകനൊക്കെ പക്വതയായി എന്ന് രക്ഷകർത്താക്കൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉത്സാഹിക്കണം. അതോടുകൂടി അവർക്ക് ജീവിതത്തിന്റെ നിലവാരം മാറും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വാങ്കിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി വല്ലാഹു വാസിഉൻ അലീം. കല്യാണം കഴിക്കുന്നതോടുകൂടി പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് വരും. ആ കൂട്ടത്തിലൊന്നാണ് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാവും, അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവും. വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി, 25 വയസ്സിൽ പെണ്ണ് കെട്ടിയ ഒരാള് 5 കൊല്ലം കഴിയുമ്പോൾ 2 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഒരു വീടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ള ചിന്ത തുടങ്ങിയിട്ടുണ്ടാവും. 30 വയസ്സ് വരെ കല്യാണം കഴിക്കാത്തവൻ, കുട്ടികളും ഇല്ല, വീടും ഇല്ല, ഈ തേരാപ്പാര നടക്കുന്നതല്ലാതെ അവൻ്റെ കയ്യിൽ വേറൊന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ ഫളിലുണ്ടാവുന്നത്, അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ഉണ്ടാവുന്ന എപ്പോഴാണ്? വിവാഹം കഴിക്കുമ്പോഴാണ്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളുടെ കണ്ണുകളും കാതുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഹറാമിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഏറ്റവും നല്ലത് അവർക്കൊരു ഇണയുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന രക്ഷകർത്താക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മുടെ ആൺമക്കൾക്ക്
സമയമായാൽ, പക്വതയായി എന്ന് നമുക്ക് തോന്നിയാൽ, ഒരു കുടുംബമായി എന്ന് തോന്നിയാൽ, ഒരു കുടുംബമായി ജീവിക്കാനുള്ള കരുത്തുണ്ട് എന്ന് തോന്നിയാൽ അപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കുക. അതിങ്ങനെ നീട്ടി 26, 27, 28 ലാസ്റ്റ് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ അതൊന്നും ഉണ്ടാവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഇണയും തുണയുമായിട്ടാണ് എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ. ഇണകളില്ലാത്തവൻ ഒന്നേയുള്ളൂ, അവനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ബാക്കി എല്ലാത്തിനും ഇണകൾ. പരിശുദ്ധമായ ഇസ്ലാം ഇണകളെ, സന്യാസത്തെ നിരുത്സാഹപ്പെടുത്തുകയും ഇണകളും ഒന്നിച്ചുള്ള ജീവിതത്തെ അല്ലാഹു തആല കൂടുതൽ ഊന്നിപ്പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിക്കാഹ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിലൂടെ അല്ലാഹു തആല ജീവിതത്തെ നന്നാക്കി തരുന്നു. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇണയും തുണയുമായിട്ടാണ് ജീവിതങ്ങൾ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ കൺമുന്നിൽ ഇണയും തുണയുമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെയും, സസ്യങ്ങളും നിങ്ങളുടെ ഇണകളും അതിനെയൊക്കെയും രൂപപ്പെടുത്തി തന്ന റബ്ബ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അവിടെ ഒരു പ്രയോഗമുണ്ട്, വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങളുടെ മുന്നിലുള്ള സസ്യങ്ങളും നിങ്ങളും നിങ്ങൾക്കറിയാത്ത പലതിലും ഇണകൾ. മനുഷ്യൻ ഇന്നും ചിലപ്പോൾ ഗവേഷണം ചെയ്തെത്തിയിട്ടില്ലാത്ത ഇതിൻ്റെ ഇണ ഏതാണ്. ഇപ്പോൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കേണ്ട, ഉസ്താദല്ല അതിൻ്റെ ഇണ ഏതാണ് ചോദിക്കേണ്ട. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതിലും അള്ളാഹു ഇണകളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ. മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ, പലതിലും ഇണകളുണ്ട് എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അടുത്ത തെളിവ് വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ. അടുത്ത തെളിവ് അവരുടെ മുന്നിലെ രാവും പകലുമാണ്, രാത്രിയും പകലും. രാത്രിയും വആയത്തുൽ ലഹുമുൽ ലൈലു, അവർക്ക് ദൃഷ്ടാന്തമാണ് രാത്രി. നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ. അതിൽ നിന്ന് പകലിനെ അല്ലാഹു ഊരിയെടുക്കുന്നു, അപ്പോൾ അവർ ഇരുട്ടിലാകുന്നു. അതായത് പകൽ മാറിപ്പോകുമ്പോൾ, ഊരിപ്പോകുമ്പോൾ രാത്രി ഉണ്ടാകുന്നു. ആ രാത്രി അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. തൊട്ടടുത്ത വചനം വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പിന്നെ തെളിവ് പറയുന്നത് സൂര്യനെയാണ്. സൂര്യനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഉണ്ടോ? നേരത്തെ വൃക്ഷങ്ങളെ കഥ പറഞ്ഞ പോലെ അല്ലാതെ ആ ബുക്കിലുണ്ട്, ഈ ബുക്കിലുണ്ട്, ഇതിലുണ്ട്, അതിലുണ്ട് എന്നല്ല, കൺമുന്നിൽ കാണിച്ചു പറയാണ് സൂര്യൻ. സൂര്യൻ, ഈ സൂര്യനെ നിങ്ങൾ കാണുന്നില്ലേ? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന് സ്ഥിരമായിട്ടുള്ള, അല്ലാഹു ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുകയാണ്. ആ സ്ഥാനമോ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയായ സർവജ്ഞനായ റബ്ബ് കണക്കാക്കിയ സ്ഥാനമാണ്. സൂര്യൻ ചലിക്കുന്നില്ല, സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നൊക്കെ ഒരു കാലത്ത് മനുഷ്യർ പറഞ്ഞിരുന്നു. അല്ല, സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലോകത്ത് ശിക്ഷിക്കപ്പെട്ട മനുഷ്യരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്. ഗോളങ്ങൾ സഞ്ചരിക്കുന്നു എന്നും ചലിക്കുന്നു എന്നും പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യൻ ഈ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് സൂര്യൻ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തടുത്തേക്ക് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭ്രമണപഥത്തിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ, വളരെ കുറഞ്ഞ കാലം. ആ കുറഞ്ഞ കാലത്തിന് പരിശുദ്ധ ഖുർആൻ എത്രയോ നേരത്തെ പറയാണ്. അള്ളാഹുവിന്റെ കലാം ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുക്കാണ്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാലത്ത് ഒരു ടെലസ്കോപ്പ് പോലും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല.
എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗലീലിയോയെ പോലെയുള്ള ശാസ്ത്രജ്ഞരെ പല കാര്യങ്ങളുടെ പേരിൽ ലോകം മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്ത നൂറുകണക്കിന് ശാസ്ത്രജ്ഞരെ കൊന്നുകളഞ്ഞ സംഭവങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്, ലോക ചരിത്രത്തിലുണ്ട്. അത് ഗോളങ്ങളുടെ സഞ്ചാരത്തെയും ചലനത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ്. അന്ന് നമ്മുടെ വല്യുപ്പമാർ ഓതുന്നുണ്ടായിരുന്നു, വശംസു തജ്രീലി മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അള്ളാഹു കണക്കാക്കിയ ഒരു സ്ഥലത്തേക്ക് ഈ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ശാസ്ത്രം പറയാനല്ല പറഞ്ഞത്. അന്ന് നമ്മുടെ വല്യുപ്പമാരിത് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ഖുർആൻ. സൂര്യനെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്, സൂര്യനെ വണങ്ങുന്നവർ ലോകത്തുണ്ട്. അവർക്കും പഠിക്കാനാണ്. ഈ സൂര്യൻ അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയ കൃത്യമായ സ്ഥാനത്തേക്കാണത് യാത്ര ചെയ്യുന്നത്. ഈ ആയത്തുകൾ നമ്മളോട് പറയുകയാണ്. അപ്പൊ സൂര്യനെ കുറിച്ച് ഒരു പരാമർശം മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ മറിക്കൂ, സൂര്യനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ കാണാത്ത മനുഷ്യരില്ല. സൂര്യന്റെ നിലനിൽപ്പ് മനുഷ്യന്റെ ജീവന് അത്യന്താപേക്ഷിതമാണ്. സൂര്യൻ ഇവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ സൂര്യൻ ഇവിടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം അപകടത്തിലാണ്. ഈ ഭൂമി നിൽക്കുന്ന സ്ഥാനം നോക്കൂ. അടുത്തടുത്ത ആയത്തുകളിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. സൂറത്ത് യാസീൻ നമ്മൾ എവിടുന്നാ തുടങ്ങിയ? യാ ഇൻസാൻ, ഓ മനുഷ്യാന്ന് വിളിച്ച് തുടങ്ങിയത്. ഇപ്പൊ എവിടെ എത്തി? ഹിസ്റ്ററി കഴിഞ്ഞ് ബോട്ടണി കഴിഞ്ഞപ്പോൾ ആസ്ട്രോണമിയിലേക്ക് കയറി, ഗോളശാസ്ത്രത്തിലേക്ക് കയറി. നീ താഴെ നോക്കൂ, പച്ചപ്പ് കാണും, മേലെ നോക്കൂ, സൂര്യനെ കാണും. ഇത് രണ്ടും നിനക്കുള്ള തെളിവാണ്. അള്ളാഹു മരിച്ചാൽ പുനർജീവിപ്പിക്കുമെന്ന് അത് പറയാനല്ല, ശാസ്ത്രം പറയാനല്ല പറഞ്ഞു. മരിച്ചാൽ പുനർജീവിതമുണ്ട് എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം. അപ്പൊ മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന സൂര്യൻ, അതിനുശേഷം ചന്ദ്രനെയും പറയുന്നുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. സൂര്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലൊരു വലിയ സൃഷ്ടിപ്പാണ് സൂര്യൻ. അല്ലാഹു തആല അതിന്റെ ഘടനയെ ഈ രീതിയിൽ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിന്റെ ഫലം ഈ ഭൂമിയിലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. വിശ്വാസിയും അവിശ്വാസിയും എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. അതങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചൂടും പ്രകാശവും വെളിച്ചവും എല്ലാം. ഒമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. വജഅൽനാ സിറാജൻ വഹാജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്വലിക്കുന്ന, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെ അല്ലാഹു നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പൊ ലോകമെമ്പാടും പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യൻ. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശംസ സിറാജ. സൂര്യനെ കുറിക്കുന്ന പ്രയോഗങ്ങൾ എത്രയാണ്. സൂര്യനെ ഒരു പ്രകാശമാക്കിയത്. ഹുവല്ലദീ ജഅല അശംസ ദിയാഅൻ വൽ ഖമറ നൂറാ. പരിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ വശംസി വളുഹാഹ. സൂര്യനും അതിന്റെ പ്രകാശവും തന്നെയാണ് സത്യം. നമ്മൾ സ്ഥിരം ഓതുന്ന ആയത്തുകളിലൊക്കെ ഈ സൂര്യൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പലയിടങ്ങളിലായി സൂര്യനാകുന്ന ദൃഷ്ടാന്തത്തെ പറയുന്നുണ്ട്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാകും സഞ്ചരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു കണക്കിൽ, കൃത്യമായൊരു കണക്കിലാണ് ഇതൊക്കെയും സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഖുർആൻ സൂര്യനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ തന്നെ പറഞ്ഞാൽ, വായിച്ചാൽ, അർത്ഥം പറഞ്ഞാൽ കുറെ നീണ്ടുപോകും. അപ്പൊ സൂര്യനെ നിർത്തിയിരിക്കുന്നതും ഭൂമിയെ നിർത്തിയിരിക്കുന്നതും കൃത്യമായ ഒരു സ്ഥലത്താണ്. ഭൂമി കുറച്ചും കൂടി സൂര്യനിലേക്ക് അടുത്തായിരുന്നെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത, ശുക്രൻ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ചൂട് കൂടിയ ഗ്രഹങ്ങൾ പോലെ മനുഷ്യൻ ഒരിക്കലും വസിക്കാൻ പറ്റാത്ത, ജലാംശം തീരെയില്ലാത്തൊരവസ്ഥയിലായി പോകുമായിരുന്നു. ഇനി ഈ ഭൂമി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും മാറിയിട്ടാണ് അല്ലാഹു തആല വെച്ചിരുന്നതെങ്കിലോ തണുത്തുറഞ്ഞ്, നെപ്റ്റ്യൂണൊക്കെ പോലെ തണുത്തുറഞ്ഞിട്ട് മനുഷ്യന് തണുപ്പ് കാരണം, അസഹ്യമായ തണുപ്പ് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഉണ്ടായതല്ല, നിർത്തിയിരിക്കുന്നു. അതൊരു കണക്കനുസരിച്ച് അവിടെ
കണക്കനുസരിച്ച് അവിടെ വെച്ചിരിക്കുകയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അപ്പോ മനുഷ്യനെ ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവന്റെ കൺമുന്നിൽ കാണുന്ന സൂര്യൻ, അതിന് കൃത്യമായ സഞ്ചാരപഥമുണ്ട്. അതതിന്റെ സഞ്ചാരപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യുകയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അബൂദർറെ, സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നറിയുമോ? അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുന്നത് നബിയെ. ഉടനെ അല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൂര്യൻ പോകുന്നത് അല്ലാഹുവിന് സുജൂദ് ചെയ്യാനാണ്, അർശിന്റെ താഴെ സുജൂദ് ചെയ്യാനാണ്. അർശിന്റെ താഴെ സുജൂദ് ചെയ്തിട്ട് വീണ്ടും ഉദിക്കാൻ അനുമതി ചോദിക്കുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൂര്യന്റെ ചലനം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. രാവുകളും പകലുകളും സൂര്യനും ചന്ദ്രനും, ഈ ആയത്തുകളിൽ ഇതാണ് അടയാളം പറഞ്ഞത്. രാവും പകലും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു സമ്പന്നൻ മരിച്ചു എന്ന് വിചാരിക്കുക, പകല് കുറച്ചും കൂടെ നീട്ടിത്തരണം, അയാളെ ഒന്ന് ഖബറടക്കാൻ പറ്റോ? ഏതെങ്കിലും ലോകത്തെ വലിയൊരു അധികാരി മരിച്ചു, അതുകൊണ്ട് ഇന്നത്തെ സൂര്യാസ്തമയം എത്ര മണിക്ക് ആക്കൂ? 8 മണിക്ക്. കാരണം ഇയാൾ മരിച്ചു. ലോകത്ത് ആർക്കെങ്കിലും അത് പറ്റുമോ? കഴിയില്ല. ലോകത്തെ വലിയൊരാള്, ഒരാഘോഷം, രാത്രി നൈറ്റ് വലിയൊരാഘോഷം നടക്കുന്നുണ്ട്, അതുകൊണ്ട് നൈറ്റ് പുലരാതെ എന്ത് ചെയ്യണം? കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം, ഒന്നുകൂടെ വലിച്ചു നീട്ടി കിട്ടണം. പറ്റുമോ? സൂര്യോദയം നമുക്കൊരു 10 മണിക്കൊക്കെ സൗകര്യം പോലെ ആക്കാം എന്ന് പറഞ്ഞാൽ വേണേ നമ്മളും ചിന്തിച്ചേനെ, സുബൈ ഒരു 10 മണിക്കൊക്കെ ആയിരുന്നെങ്കിൽ, സുബൈ ഒരു 10 മണിക്കൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. നോമ്പോറ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെ അങ്ങോട്ട് തള്ളിയാല് നേരത്തെ ഉദിപ്പിക്കുക, നേരത്തെ അസ്തമിപ്പിക്കുക. അതിനേതെങ്കിലും വകുപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്തേനെ. മനുഷ്യന്മാരാണല്ലോ, പറയാൻ പറ്റില്ല. എവിടെങ്കിലും അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുത്തേനെ, ഉച്ചയ്ക്ക് ആക്കൂ, കാരണം ആളുകൾക്കൊക്കെ ക്ഷീണമാണ്, 2 മണിക്ക് തന്നെ അസ്തമിച്ചോട്ടെ. അപ്പൊ ഉദിക്കാൻ രാത്രി കുറച്ചു നേരം കൂടെ കിട്ടിക്കോട്ടെ, രാവിലെ ഒരു 10 മണിക്കൊക്കെ ഉദിച്ചാൽ മതി. ലോകത്തൊരാൾക്കും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റില്ല. രാവും പകലും അതിങ്ങനെ എന്ത് സംഭവിച്ചാലും കൃത്യമായി മാറി വന്നുകൊണ്ടിരിക്കും. മാറി 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 പകലും രാത്രിയും അതെല്ലാ സ്ഥലത്തും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പകലിന് നീട്ടം കൂടുതലാണെന്നേ ഉള്ളൂ, ചിലയിടത്ത് 6 മാസം പകലും 6 മാസം രാത്രിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയും ദൃഷ്ടാന്തമാണ്, മനുഷ്യന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന അടയാളമാണെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഒരാൾക്കും ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുകയില്ല. രാവും പകലും ലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരധികാരിക്കും കൈവെക്കാൻ പറ്റാത്ത മേഖലയാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ മുമ്പിലെത്തിയപ്പോ ചോദിച്ചത്, നമ്രൂദ്, എന്റെ റബ്ബിനെ പോലെ നിനക്ക് ഫഇന്നഹു യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വെല്ലുവിളിയാണ്, നിനക്കെന്റെ റബ്ബിനെ പോലെ കിഴക്കുന്നുദിപ്പിച്ച് പടിഞ്ഞാറ് കൊണ്ടുവന്ന് അസ്തമിപ്പിക്കാൻ പറ്റുമോ? നീയാണ് പടച്ചവനെന്ന് പറയുന്നല്ലോ, എന്നാ നാളെ നീ ഒന്ന് ഉദിപ്പിച്ച് അസ്തമിപ്പിക്കും, ഞാനൊന്ന് കാണട്ടെ. നമ്രൂദ് എന്ത് പറയാനാ? ആർക്കെന്ത് പറയാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാനില്ല. അള്ളാഹുവിന്റെ അജയ്യതയും ആധികാരികതയും അധികാരം ഇവിടെ ഉറപ്പിച്ചു പറയാണ്. ഈ സൂര്യനും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. രാവും പകലും എന്നും ഉണ്ടാവില്ലേ? ഉണ്ടാകും. എല്ലാ മനുഷ്യർക്കും പഠിക്കാൻ പറ്റിയ പാഠങ്ങളായി ഇവിടെ ബാക്കി ഉണ്ടാവില്ലേ? സൂര്യനും അവസാനമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂര്യൻ ചുരുട്ടപ്പെടുന്ന, സൂര്യന്റെ അവസാനം, നമ്മൾ ഇന്നിപ്പോ പുതിയ ശാസ്ത്ര പഠനങ്ങളൊക്കെ നോക്കിയാൽ വലിയ വലിയ നക്ഷത്രങ്ങളൊക്കെ അവസാനം അതിന്റെ ജ്വലനങ്ങളൊക്കെ അവസാനിച്ച് ബ്ലാക്ക് ഹോളുകളായി മാറുന്നതിനെ കുറിച്ചൊക്കെ വായിക്കാനുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. സൂര്യൻ നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച്, സൂര്യൻ ഇല്ലാതെയാകുന്നതിനെ കുറിച്ച്, സൂര്യനെ അല്ലാഹു തആല ഇദ ശംസു കുവ്വിറത്, സൂര്യനെ ചുറ്റിപ്പൊതിയുന്നതിനെ കുറിച്ച്, ആകാശത്തെ ചുരുട്ടിയെടുക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച്, ഇതൊക്കെയും റബ്ബിന്റെ അധികാരത്തിലാണ് എന്ന് ഊന്നിപ്പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ. ഒരു ഭാഗം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്ന് അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അല്ലാഹു കണക്കാക്കിയിടത്തേക്കാണ്, അല്ല നമ്മൾ കണക്കാക്കിയ സ്ഥലത്തേക്കല്ല ഇത് പോകുന്നത്. അല്ലാഹു കണക്കാക്കിയ ഒരിടമുണ്ട്, അവിടേക്കാണ് സൂര്യന്റെ സഞ്ചാരം.
അള്ളാഹു കണക്കാക്കിയ ഇടത്തേക്കാണ്. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതിന് പല ഘട്ടങ്ങളുണ്ട്. സൂര്യനെ പോലെയല്ലേ ചന്ദ്രനും, പക്ഷേ ചില ദിവസം അത് മങ്ങി മങ്ങി മങ്ങി. അതായത് ആദക്കൽ ഉർജൂനിൽ ഖദീം, ഈന്തപ്പഴത്തിന്റെ കുലയുടെ വളഞ്ഞ തണ്ടുപോലെ നേർത്തു നേർത്തു നേർത്ത്. സൂര്യന്റെയും ചന്ദ്രന്റെയും ഉദയാസ്തമയം രണ്ട് തരത്തിലാണ്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ചന്ദ്രൻ ഉദിച്ചു വരുന്ന ശൈലി വേറെയാണ്. 14 രാവാകുമ്പോൾ അതിന്റെ ശൈലി വേറെയാണ്. അത് അസ്തമിക്കുന്ന മാസാവസാനാവുമ്പോൾ അതിന്റെ ശൈലി വേറെയാണ്. ചിലപ്പോൾ ഈ സാധനത്തെ കാണുക പോലുമില്ല. നമുക്ക് കർത്തവാവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പൊ ചന്ദ്രോദയത്തെ അള്ളാഹു വേറെ പറയാണ്. അതായത് സൂര്യനും ചന്ദ്രൻ ഒന്നിച്ചാണ് പറയല്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുന്നു. ചന്ദ്രൻ ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാവും. ഇവിടെ ചിന്തിക്കേണ്ടത് സൂര്യൻ പോയി അസ്തമിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും വല്ല പേടിയുണ്ടോ? നാളെ ഇത് തിരിച്ചു വരുമോ? സമയത്ത് ഇതിന്റെ ഡ്യൂട്ടി ചെയ്യുമോ? ഉണ്ടോ? ആരാ ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്? തിരിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു അല്ലേ. ചന്ദ്രൻ നിങ്ങളുടെ കാഴ്ചയിൽ മങ്ങി മങ്ങി നേർത്ത് നേർത്ത് നമ്മൾ കണ്ടാ വിചാരിക്കും ഇനി ഇതിപ്പോ ഇല്ല, ഇത്രയേ ഉള്ളൂ, ഇനി ഇതെവിടെയോ പോയി. ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ നേർത്തു 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 നേർത്തുപോയ ഈ സാധനം അത് വീണ്ടും തിരിച്ചു വരുന്നില്ലേ? നിങ്ങളുടെ മുന്നിലെത്തുന്നില്ലേ? സൂര്യൻ തിരിച്ചു വരുന്നില്ലേ? രാവും പകലും മാറി മാറി വരുന്നില്ലേ? അതുപോലെ നിങ്ങളും മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അതൊക്കെ പറയാനാണ് ഇതെല്ലാം പറഞ്ഞത്. ഇതൊക്കെ ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന റബ്ബിന് ഇത്തിരി പോന്നൊരു 5 അടി 5 ഇഞ്ചുള്ള മനുഷ്യൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചർച്ചകൾ മുഴുവൻ മടങ്ങുന്നത് അങ്ങോട്ടാണ്. പരിശുദ്ധമായ ഖുർആൻ ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇവ രണ്ടും ഒന്നിച്ചുകൂടുന്ന, അതിനെ മുൻകടന്നു വരുന്നൊരു സാഹചര്യമില്ല. രാവു പകലിനെ മറികടക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുകയാണ്, എല്ലാം ഒരു നിശ്ചിതമായ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, നിശ്ചിതമായ ഭ്രമണ പദത്തിൽ അതെല്ലാം നീന്തിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ പ്രയോഗമാണ്. അറബി അറിയുന്ന ആളുകൾ, എന്നെ കേൾക്കുന്ന ഉസ്താദുമാർക്കൊക്കെ മനസ്സിലാവും. വകുല്ലും യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിങ് മോഷൻ, അതായത് ഇങ്ങനെ കറങ്ങുന്നൊന്നോ ചുറ്റുന്നൊന്നുമല്ല, അതിങ്ങനെ നീന്തി തുടിക്കുന്നത് പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എല്ലാം സൂര്യനും ചന്ദ്രനും മാത്രല്ല കേട്ടോ, എല്ലാം ഈ മഹാപ്രപഞ്ചത്തിലെ സകല ഗോളങ്ങളും സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിൽ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അവയ്ക്കെല്ലാം നിയോഗിച്ചു വച്ചിട്ടുള്ള ഓർബിറ്റുകളിലൂടെ, അവയ്ക്കെല്ലാം അള്ളാഹു തയ്യാറാക്കിയ മിൽക്കി വേകളിലൂടെ, സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ സത്യത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വളരെ 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 ചെറുതാണ്. പ്രപഞ്ചം ആകെ മൊത്തം പ്രപഞ്ചം എടുത്താൽ ഈ പ്രപഞ്ചത്തിനപ്പുറത്തെ വിശാലമായ ലോകത്തെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നത് വളരെ ചെറുതാണ്. നിങ്ങൾ ബുദ്ധിയുള്ള അറിവുള്ള മനുഷ്യരോട് ചോദിച്ചു നോക്കും, മനുഷ്യൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തറിയാം? നമ്മുടെ ഒറ്റ ഉദാഹരണം, നമ്മുടെ കടൽ തീരത്തെ മണൽത്തരികൾ, ഭൂമിയിലെ കടൽ തീരത്തെ മണൽത്തരികൾ നമ്മൾ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ ഗോളങ്ങൾ ലോകത്തുണ്ട്. അതിലെത്ര ഗോളങ്ങളെ മനുഷ്യനറിയാം? മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴാണ് ഇതിനപ്പുറത്തേക്കുള്ള ഓരോ പുതിയ പുതിയ സാധ്യതകൾ വരുമ്പോഴാണ് ഇത്ര കാലത്തിനപ്പുറത്തേക്ക് എന്താണുള്ളത്, സൂര്യനപ്പുറത്തേക്ക് എന്താണുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേ തലയ്ക്കൽ പിന്നെന്താണുള്ളത്. നക്ഷത്രങ്ങൾ പിറക്കുന്ന ഇടം ഈ അടുത്ത സമയത്താണ് മനുഷ്യൻ കണ്ടുപിടിച്ചത്. മനുഷ്യന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വളരെ നിസ്സാരമാണ്. ഈ നിസ്സാരമായ അറിവും വെച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് പടച്ചവനില്ല, സൃഷ്ടാവില്ല, സൃഷ്ടിച്ചവനില്ല, ജീവിപ്പിക്കുന്നവനില്ല, മരിപ്പിക്കുന്നവനില്ല. ചിന്തിക്കാൻ അല്ലാഹു തആല പറയാണ്, ഈ കാണുന്ന ഗോളങ്ങൾ മുഴുവനും സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലായിരുന്നെങ്കിൽ അതൊക്കെ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്തേനെ? സൂര്യൻ തോന്നിയതുപോലെ ഉദിക്കും, തോന്നിയതുപോലെ അസ്തമിക്കും. ചന്ദ്രൻ തോന്നിയതുപോലെ സഞ്ചരിക്കും. ഗോളങ്ങളൊക്കെ അതിനിഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കും. ഇതെല്ലാം കൃത്യമായ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, കറക്റ്റ് ഇങ്ങനെ ഒരേ അള്ളാഹു നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു മാറ്റവും ഇല്ല. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ എല്ലാം യാത്ര.
അതിൻ്റെ ഗ്രാവിറ്റിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ താളത്തിൽ കൃത്യമായി പോകണം. നേരത്തെ ഞാൻ സൂര്യനെ പറഞ്ഞതുപോലെ ചന്ദ്രനെ പറഞ്ഞാലോ, ചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുറെ അകന്നുപോയി എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമ്മുടെ കിണറുകളിലെ ഉൾപ്പെടെ വെള്ളം, ഭൂമിയിലെ വെള്ളം താഴേക്ക് പോകും. കുറച്ചടുത്ത് വന്നു എന്ന് വിചാരിക്കുക, വെള്ളം കൂടാൻ തുടങ്ങും. അതിന്റെ തെളിവാണ് വേലിയേറ്റവും വേലിയിറക്കവും. കടൽപ്പുറത്ത് കടൽത്തീരത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. വേലിയേറ്റവും വേലിയിറക്കവും അതിന്റെ കൃത്യമായ സഞ്ചാരം കറക്റ്റ് അല്ലെങ്കിൽ മനുഷ്യന് കുടിക്കാൻ വെള്ളം, ഈ കാണുന്ന ചന്ദ്രന് അതിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ മനുഷ്യന് വെള്ളം പോലും ഉണ്ടാവുകയില്ല. ഇതൊക്കെ വെറുതെ നിൽക്കുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ മനുഷ്യന്റെ മൈൻഡിനെയാണ് തട്ടി വിളിക്കുന്നത്. ഇതൊക്കെ കാണിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരും എന്ന്, പരലോകമുണ്ടെന്ന് ആഖിറമുണ്ടെന്നൊക്കെയും പറയുന്നു. അപ്പോൾ എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെല്ലാം വെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അതിന് വെച്ചിരിക്കുന്ന ഭ്രമണപഥങ്ങളിലൂടെ അത് നീന്തി തുടിക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച വഴി വിട്ടുകൊണ്ട് അതിന് സഞ്ചരിക്കാൻ പറ്റില്ല. എല്ലാത്തിനെയും കൃത്യമായി റബ്ബ് നിലനിർത്തിയിരിക്കുകയാണ്. രണ്ടിന്റെയും ഘടന വ്യത്യാസമാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിന് കട്ടി കൂടുതൽ, ഹാർഡാണ്, ചൂട് കൂടുതലാണ്. ചന്ദ്രന്റെ നിലാവെന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമാണ്. ചന്ദ്രന്റെ നിലാവ്, ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത്. അതുകൊണ്ടാണ് രണ്ടിനെയും എടുത്തുദാഹരണം പറഞ്ഞത്. മാത്രമല്ല, മനുഷ്യന്റെ മുമ്പിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഉദാഹരണമാണിത്. ഇതിനപ്പുറത്തുള്ളൊരു ഗോളത്തെക്കുറിച്ച് പറയാഞ്ഞത് അതുകൊണ്ടാണ്. അപ്പുറത്തുള്ളൊരു ഗോളത്തിന് മനുഷ്യൻ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കണം, അത് ഇന്നതാണ് ഇന്നതാണ്. ഇത് ഏത് കുട്ടിക്കും, നമ്മുടെ ചെറിയ മോന് പഠിച്ചത്, മോനെ ഈ കാണുന്ന സൂര്യൻ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സഞ്ചരിക്കുന്നു. രാത്രി ചന്ദ്രനെ കാണുമ്പോൾ ഏത് വാപ്പയ്ക്കും കുഞ്ഞു മോന് പറഞ്ഞു കൊടുക്കാം. ഇനി വേറൊരു ഗ്രഹമാണെങ്കിലോ, മോനെ ഇതിൻ്റെ അപ്പുറത്ത് ഇന്നതുണ്ട്, അത് ഇന്നതുപോലെ സഞ്ചരിക്കും. അങ്ങനല്ല, ചെറിയ കുഞ്ഞു മുതൽ പ്രായമായ ആളിന് വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നു. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രാത്രിയിലും അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ആകാശത്തേക്ക് നോക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഇതൊന്നും വെറുതെ പടച്ചതല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് ദ്വാരക്കും. നരകത്തെ തൊട്ട് അള്ളാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നരകത്തിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമുക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന അടയാളങ്ങളാണ്. നമുക്കറിയാനും പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമാണ്. ഖുർആനിൽ എന്തുണ്ട്? ചിലരൊക്കെ എന്തുണ്ട് ഖുർആനിൽ? ഖുർആനില്ലാത്തതൊന്നുമില്ല, ഖുർആൻ പറയാത്തതൊന്നുമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് 40-ാമത്തെ വചനമാണ് ഓതി അവസാനിപ്പിച്ചത്. ഈ 40 വചനങ്ങളുടെ ഉള്ളിൽ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്തു? എത്ര സമൂഹങ്ങളിലൂടെ, എത്ര ശാസ്ത്രങ്ങളിലൂടെ, എത്ര ജീവിതങ്ങളിലൂടെ. അള്ളാഹുവിൻ്റെ കലാമിനെ എൻ്റെ ചെറുപ്പക്കാരെ കൂടുതൽ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധമായ റമദാനിൽ ധാരാളമായി പാരായണം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും അറിയുവാനും പഠിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ. അള്ളാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അള്ളാഹ്, യാസീൻ സൂറത്തിൻ്റെ ഈ ബറക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാം പരലോകം നീ നന്നാക്കി തരണേ. അള്ളാഹ്, നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ. അള്ളാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ. അള്ളാഹ്, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ പലരും ഖബറിലാണ്, അവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ. അള്ളാഹ്, പടച്ചവനെ, നാളെ ഞങ്ങൾക്കെല്ലാം നിന്റെ സ്വർഗത്തിൽ ഇടം നൽകണേ. അള്ളാഹ്, പടച്ചവനെ, ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ്, പടച്ചവനെ, നിന്റെ കാവലെപ്പോഴും ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ്, നിന്നെക്കുറിച്ചറിയാനും ആലോചിക്കാനുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ്, നല്ലവരായി ജീവിച്ച് നല്ലവരായി ഞങ്ങളെ നീ മരിപ്പിക്കണേ. അള്ളാഹ്, നിന്റെ ഖുർആനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റമദാനിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഇന്നൊരുമിച്ച് കൂടിയവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ. അള്ളാഹ്, എല്ലാവർക്കും ഖുർആനിൻ്റെ വെളിച്ചവും ഖുർആനിൻ്റെ തണുപ്പും അവരുടെ ഹൃദയങ്ങളിൽ നൽകണേ. അള്ളാഹ്, ഖുർആൻ ഷിഫ ആണല്ലോ റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഷിഫ നൽകണേ. അള്ളാഹ്,
ഖുർആൻ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്, ഞങ്ങൾക്ക് നാളെ ഷാഫിആക്കണേ അല്ലാ. ഞങ്ങൾക്കത് നാളെ ശുപാർശ ചെയ്യുന്നതാക്കണേ അല്ലാ. ഞങ്ങളെ ഖുർആനിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.